ഹലോ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. സ്റ്റേഷൻ 11 എന്ന നോവലിൻ്റെ ഉള്ളിലുള്ള കഥ പറയുന്നതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. മിറാൻഡയുടെ സൃഷ്ടിയായ സ്റ്റേഷൻ 11 എന്ന കാർട്ടൂണിൻ്റെ കഥ. സെയിം ടോപ്പിക്കിൻ്റെ ഇംഗ്ലീഷിലെ വീഡിയോ ഞാൻ ഇന്നലെ റിലീസ് ചെയ്തിരുന്നു. എല്ലാ റിലേറ്റഡ് വീഡിയോസിനെയും പ്ലേലിസ്റ്റുകളാക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാം ലിങ്ക്സ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കഥയിലേക്ക് കടക്കാം. കഥയ്ക്കുള്ളിൽ കഥ എന്ന സ്റ്റോറി സ്ട്രക്ചറിനെ റഷ്യൻ ഡോൾ സ്ട്രക്ചർ എന്നാണ് പറയുക. ഇവിടെ നോവലിൻ്റെ ടൈറ്റിൽ ബേസ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഉള്ളിലെ കാർട്ടൂണിൻ്റെ ടൈറ്റിലിനെയാണ്. ഇതിൽ സ്റ്റേഷൻ എന്ന വാക്ക് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു ഇൻഡിവിജ്വലിൻ്റെയും വേൾഡിൻ്റെ തന്നെയും യാത്രയുടെ ഒരു ഘട്ടത്തെയാണ്. ഇനി 11 എന്ന നമ്പർ ഞാൻ എൻ്റെ സിമ്പിൾസ് എക്സ്പ്ലെയിൻ ചെയ്ത വീഡിയോയിൽ പറഞ്ഞതുപോലെ ഗ്രോത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. നോവലിലെ കഥയുടെ ഒരു പാരലൽ സ്റ്റോറിയാണ് കാർട്ടൂണിൻ്റെ കഥ. അതും ഒരു അപ്പോക്കലിപ്റ്റിക് നറേറ്റീവ് ആണ്. കഥ ഇപ്രകാരം: ഏലിയൻസ് ഭൂമിയെ ഇൻവേഡ് ചെയ്യുന്നു. കുറെ മനുഷ്യർ സ്റ്റേഷൻ 11 എന്ന പേരിലെ ഒരു സ്പേസ് ഷിപ്പിൽ കയറി രക്ഷപ്പെടുന്നു. ഏലിയൻസിന്റെ പിടിയിലായ മനുഷ്യരെ അവർ സ്ലേവ്സ് ആക്കുന്നു. ഇനി ആ സ്പേസ് ഷിപ്പ് എപ്പോഴും സ്പേസിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്പേസ് ഷിപ്പിന്റെ ലോകത്ത് എപ്പോഴും നിലാവെളിച്ചമാണ്, പെർപെച്വൽ ട്വൈലൈറ്റ്. അവിടുത്തെ സൊസൈറ്റിയിൽ എപ്പോഴും പരസ്പരം പോരാടുന്ന രണ്ട് വിഭാഗക്കാരുണ്ട്. ഈ സ്പേസ് ഷിപ്പിന്റെ ഭൂരിഭാഗം സർഫസും വെള്ളമാണ്. സോ ഒരു മൈനോറിറ്റി ആൾക്കാർ മാത്രമാണ് എബവ് ഗ്രൗണ്ട് കഴിയുന്നത്. മെജോറിറ്റിയും കുറെ കൂടി ഇരുട്ട് നിറഞ്ഞ അണ്ടർഗ്രൗണ്ടിലാണ്. അവർക്ക് തങ്ങളുടെ ജീവിതം ഒരു കൂട്ടിലടയ്ക്കപ്പെട്ടതുപോലെയാണ്. ഈ സ്പേസ് ഷിപ്പിന്റെ മാനേജ്മെന്റ് പുറത്തുള്ളവരാണ് ചെയ്യുന്നത്. ഇരുട്ടിനുള്ളിൽ തളയ്ക്കപ്പെട്ടവർ ആകാശം കാണാൻ വെമ്പുന്നവരായിരുന്നു. പതുക്കെ അവർക്കിടയിൽ ഒരു റെസിസ്റ്റൻസ് ഗ്രൂപ്പ് രൂപപ്പെട്ടു. ആ ഗ്രൂപ്പിന്റെ ഉദ്ദേശം ഇതായിരുന്നു: സ്പേസ് ഷിപ്പിന്റെ കൺട്രോൾ എങ്ങനെയെങ്കിലും പിടിച്ചെടുത്ത് ഭൂമിയിലേക്ക് തിരികെ പോവുക. വെളിച്ചത്തിനു വേണ്ടി സ്വാതന്ത്ര്യം ത്യജിക്കാൻ അവർ തയ്യാറായിരുന്നു. പുറം ലോകത്തെ സൊസൈറ്റിയുടെ നേതാവായിരുന്നു ക്യാപ്റ്റൻ ലോനഗൻ. ഈ കാർട്ടൂൺ കഥയിലെ നായകൻ ക്യാപ്റ്റൻ ലോനഗന്റെ ശിഷ്യനായ ഡോക്ടർ 11 ആയിരുന്നു. ഡോക്ടർ 11 മിറാൻഡയുടെ തന്നെ റെപ്രസെൻറ്റേഷനാണ്. കാർട്ടൂണിലെ പല മൊമെന്റ്സും മിറാൻഡയുടെ ജീവിതത്തിൽ നിന്നും അങ്ങനെ തന്നെ എടുത്തതായിരുന്നു. ഓരോ സീനിലും മിറാൻഡയ്ക്ക് പകരം ഡോക്ടർ 11 ആണെന്ന് മാത്രം. മിറാൻഡ ഒറ്റപ്പെടലിൽ വിഷമിച്ച ഒരു ദിവസം അവരുടെ പെറ്റ് ലൂലി അവൾക്കൊരു കൂട്ടാണെന്ന് തോന്നി. അന്നേരം മുതൽ അവളുടെ കഥാനായകനായ ഡോക്ടർ 11ഉം ഇണപിരിയാത്ത കൂട്ടായി ലൂലി എന്ന പട്ടി രംഗപ്രവേശം ചെയ്തു. മിറാൻഡയ്ക്കും ഡോക്ടർ 11ഉം ഒരുപാട് സമാനതകളുണ്ട്. ഇരുവരും ലോൺലി ആയിരുന്നു. ബോത്ത് വയർ സ്റ്റക്ക് ഇൻ എ വേൾഡ് ഓഫ് പെർപെച്വൽ ട്വൈലൈറ്റ്. ഭൂമിയിലെ വെളിച്ചത്തിനായി ഇരുവരും ആഗ്രഹിച്ചിരുന്നു. എന്നാൽ അതിന് കൊടുക്കേണ്ടി വരുന്ന വില ചെറുതല്ല എന്ന് തിരിച്ചറിയുകയും ചെയ്തിരുന്നു. ഇനി നമുക്ക് കഥയിലേക്ക് തിരിച്ചു വരാം. കാർട്ടൂണിൽ ക്യാപ്റ്റൻ ലോനഗനെ അണ്ടർഗ്രൗണ്ട് റെസിസ്റ്റൻസ് ഗ്രൂപ്പ് കൊന്നു. ലോനഗന്റെ മരിച്ച ശരീരത്തിന് മുന്നിൽ നിൽക്കുന്ന ഡോക്ടർ 11നോട് ഒരാൾ "ഇൻ ഹിസ് ആബ്സെൻസ് യു മസ്റ്റ് ലീഡ്" എന്ന് പറയുന്ന ഒരു സീനുണ്ട്. ഈ ഭാഗമാണ് ടൈലർ കീറിയെടുത്ത് സൂക്ഷിച്ചു വെച്ചിരുന്നത്. ടൈലറിന്റെ പാർഷ്യൽ പെർസെപ്ഷന്റെ ഒരു ഇൻഡിക്കേറ്റർ ആണ് ഇത്. മിറാൻഡ പിന്നീട് തന്റെ കാർട്ടൂണിൽ അണ്ടർഗ്രൗണ്ടിലെ ആൾക്കാരുടെ ജീവിതം കോൺസെൻട്രേറ്റ് ചെയ്തു. ഇരുളിൽ കഴിയുന്ന അവരോട്, സ്ലേവറിയുടെ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കാതെ പോയ അവരോട് അവൾക്ക് സിമ്പതി തോന്നി. നോവലിന്റെ അവസാന ഭാഗത്ത് ഈ കാർട്ടൂണിലെ ഒരു സീനുണ്ട്. അതിൽ ഡോക്ടർ 11 തന്റെ സ്വപ്നത്തിൽ ട്യൂട്ടർ ആയിരുന്ന ക്യാപ്റ്റൻ ലോനഗനെ കണ്ടുമുട്ടുന്നു. മരണത്തെപ്പറ്റി ചോദിച്ചപ്പോൾ ക്യാപ്റ്റൻ കൊടുത്ത ഉത്തരം ഇങ്ങനെയായിരുന്നു: "ഇറ്റ് വാസ് എക്സാക്ട്ലി ലൈക്ക് വേക്കിംഗ് അപ്പ് ഫ്രം എ ഡ്രീം." മിറാൻഡയുടെയും ഓർഥറിന്റെയും മരണാനുഭവങ്ങൾ ഇതുപോലെയായിരുന്നു. അന്യനാട്ടിൽ അസുഖം ബാധിച്ച് ഒറ്റയ്ക്ക് ബീച്ചിലിറങ്ങി നടന്ന മിറാൻഡ ബോധം കെട്ടു വീണു. അടുത്ത ദിവസം ഉണർന്നപ്പോൾ ആകാശവും കടലും ചേരുന്ന ആ സ്ഥലത്തെ ഒരു വർണ്ണചിത്രം കണ്ട് താൻ തന്റെ ഡ്രീം വേൾഡ് ആയ സ്റ്റേഷൻ 11 എന്ന സ്പേസ് ഷിപ്പിൽ എത്തിയതായിട്ട് അവൾക്ക് തോന്നി. അതായിരുന്നു അവളുടെ അവസാനത്തെ ജീവിതാനുഭവം. ഓർഥർ ബോധം കെടുന്നതിന് മുമ്പ് സ്റ്റേജിലെ ലൈറ്റുകൾ ആടിക്കളിക്കുന്നതായി തോന്നി. ആൻഡ് ഫോർ ഹിം ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. ജീവിതത്തിലെ വേദനകളെല്ലാം ഒരു സ്വപ്നമായിരുന്നെങ്കിൽ എന്നൊന്ന് ഓർത്തു നോക്കൂ. അപ്പോൾ മരണം ശാന്തിയിലേക്കുള്ള ഒരു ഉണർവ് തന്നെ. ക്രിസ്റ്റൻ കഥയുടെ അവസാനം തൻ്റെ കയ്യിലെ സ്റ്റേഷൻ 11ന്റെ ഒരു വോള്യൂം ക്ലാർക്കിന്റെ മ്യൂസിയത്തിലേക്ക് ഡൊണേറ്റ് ചെയ്തു. ടൈലറിന് പാർഷ്യൽ പെർസെപ്ഷൻ ആയിരുന്നെങ്കിൽ ക്രിസ്റ്റൻ കംപ്ലീറ്റ് പെർസെപ്ഷൻ നേടാൻ ശ്രമിച്ചു എന്ന് മാത്രമല്ല, താൻ നേടിയ സ്വത്ത് ഭാവിക്ക് ദാനം ചെയ്യാൻ തയ്യാറായവളുമായിരുന്നു. ടു കൺക്ലൂഡ്, സ്റ്റേഷൻ 11 എന്ന കാർട്ടൂൺ പലതിൻ്റെ റെപ്രസെൻറ്റേഷനാണ്. മിറാൻഡയുടെ ജീവിതത്തിൻ്റെ, നോവലിലെ കഥയുടെ, കിർസ്റ്റൻ ടൈലർ എന്ന ഡ്യുവാലിറ്റിയുടെ,
അങ്ങനെ പലതിൻ്റെ. വിട പറയും മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ലിറ്ററേച്ചറിന് വായനകൾ പലതാകാം. നിങ്ങളുടെ ഒപ്പീനിയൻസും കമൻസും ഈ ചാറ്റിൽ ഷെയർ ചെയ്യുക. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിരുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക. Don't forget to subscribe and click on the bell icon for more of my videos. Thank you.